തമിഴ്നാട്ടിലെ രാമനാഥപുരം ഡിസ്ട്രിക്റ്റിലെ ഒരു പട്ടണമാണ് രാമേശ്വരം. പാമ്പൻ കനാലിനാൽ വേർതിരിക്കപ്പെട്ടിരിക്കുന്ന പാമ്പൻ ദ്വീപിലാണ് രാമേശ്വരം പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ഈ പട്ടണത്തെ ഇന്ത്യയുടെ പ്രധാന ഭൂപ്രദേശമായ മണ്ഡപം പട്ടണവുമായി ബന്ധിപ്പിക്കുന്ന ഒരു റെയിൽപാലമായിരുന്നു പാമ്പൻ പാലം. 1988 റെയിൽവേ പാലത്തിന് സമാന്തരമായി ഒരു റോഡ് പാലം നിർമ്മിക്കുന്നതുവരെ രാമേശ്വരത്തെ ഇന്ത്യയുടെ പ്രധാന ഭൂപ്രദേശവുമായി ബന്ധിപ്പിച്ചിരുന്ന ഒരേ ഒരു ഉപരിതല ഗതാഗത ലിങ്ക് പാമ്പൻ പാലമായിരുന്നു. കപ്പലുകൾക്ക് കടന്നു പോകാൻ സൗകര്യമൊരുക്കി പകുത്തു മാറാൻ കഴിയുന്ന രീതിയിലാണ് പാലത്തിൻ്റെ നിർമ്മാണം. പ്രധാന കരയ്ക്കും രാമേശ്വരം ഉൾപ്പെടുന്ന പാമ്പൻ ദ്വീപിനും ഇടയിലുള്ള പാക് കടലിടുക്കിനും കുറുകെയാണ് പാലം. പാക് കടലിടുക്കിലൂടെ കപ്പലുകൾ വരുമ്പോൾ പാമ്പൻ റെയിൽപാലം ഇരുവശത്തേക്കും ഉയർത്തും. അടിയിലൂടെ കപ്പലുകൾ പോയിക്കഴിഞ്ഞാൽ വീണ്ടും ചേർത്ത് വെച്ച് ട്രെയിനുകൾ കടന്നു പോകുന്നു. ഇന്ത്യയിൽ ഇത്തരത്തിൽ നിർമ്മിക്കപ്പെടുന്ന ആദ്യ തീവണ്ടി പാതയാണിത്. പാമ്പൻ പാലം കടന്ന് അടുത്തായി പോകുന്നത് രാമേശ്വരം ദ്വീപിനുള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ രാമനാഥസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. ത്രേതായുഗത്തിൽ ഭഗവാൻ ശ്രീരാമനാൽ പ്രതിഷ്ഠിച്ച ശിവലിംഗമാണ് ഇവിടത്തെ പ്രതിഷ്ഠ. ദ്വാദശ ജ്യോതിർലിംഗങ്ങളിൽ തെക്കേ അറ്റത്തുള്ള ക്ഷേത്രമാണിത്. ഗണപതി ഭഗവാന്റെയും വള്ളി ദേവസേന സമേതനായ സുബ്രഹ്മണ്യ സ്വാമിയുടെയും നവഗ്രഹങ്ങളുടെയും പ്രതിഷ്ഠകൾ ഇവിടുണ്ട്. വേറെയും ഒരുപാട് ഉപദേവതാ സന്നിധികളുള്ള പുണ്യസങ്കേതമാണ് രാമേശ്വരനാഥ ക്ഷേത്രം. ദക്ഷിണേന്ത്യയിലെ എല്ലാ പുരാതന ക്ഷേത്രങ്ങളെയും പോലെ വാസ്തുവിദ്യയിൽ വളരെയധികം പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രം തന്നെയാണിത്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇടനാഴികളുള്ള ഒരു ക്ഷേത്രവും കൂടിയാണ് ഇവിടം. ഇവിടെ കിടക്കുന്ന ഈ കല്ലുകൾ ഒന്നിനു മുകളിൽ ഒന്നായി വെച്ചുകൊണ്ട് ഒരു വീടിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ നടന്നു കിട്ടുമെന്ന് അനുഭവസ്ഥർ പറയുന്നു. കൂടാതെ ക്ഷേത്രത്തിനുള്ളിലെ 22 തീർത്ഥക്കിണറുകൾ ഭക്തർക്ക് പ്രിയപ്പെട്ടതാണ്. ഈ തീർത്ഥങ്ങളിൽ കുളിക്കുന്നത് പാപമോചനത്തിനും ഐശ്വര്യത്തിനും മഹാലക്ഷ്മി അനുഗ്രഹത്തിനും വിശേഷപ്പെട്ടതാണ്. അഗ്നിതീർത്ഥ സ്നാനത്തിന് ശേഷമാണ് ഈ കിണറുകളിൽ സ്നാനം നടത്തേണ്ടത്.
രാമേശ്വരത്തെ പവിത്രമായ തീർത്ഥങ്ങളിലൊന്നാണ് വില്ലുണ്ടി തീർത്ഥം. കടൽ തീരത്ത് നിന്നും അല്പം മാറി കടലിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല കിണറാണിത്. ഭഗവാൻ ശ്രീരാമൻ തൻ്റെ വില്ലുകൊണ്ട് കടലിൽ കുത്തി സീതാദേവിക്ക് ദാഹജലം നൽകിയ സ്ഥലമാണിത്. കടലിൻ്റെ നടുവിലായിട്ടും ഈ കിണറ്റിലെ വെള്ളം മധുരമുള്ളതും ശുദ്ധവുമാണ്. ഈ തീർത്ഥത്തിന് സമീപം ത്രയംബകേശ്വരർ എന്ന ശിവക്ഷേത്രവുമുണ്ട്. രാമേശ്വരം എന്ന ദ്വീപിൻ്റെ തെക്കു കിഴക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് ധനുഷ്കോടി. ഇതിന് കിഴക്കുഭാഗം ബംഗാൾ ഉൾക്കടലും പടിഞ്ഞാറ് ഭാഗം ഇന്ത്യൻ മഹാസമുദ്രവുമാണ്. ധനുസ്സിൻ്റെ അറ്റം എന്നാണ് ഈ പേരിൻ്റെ അർത്ഥം. ഭഗവാൻ ശ്രീരാമൻ സേതുബന്ധനം തീർത്തത് ഇവിടെ നിന്നാണെന്ന് രാമായണം സൂചന നൽകുന്നു. 1964 ചുഴലിക്കാറ്റിൽ ഈ പട്ടണം പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു. തുടർന്ന് ജനവാസമില്ലാതെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി തുടരുന്നു. ശ്രീലങ്ക ഇവിടെ നിന്ന് ഏകദേശം 15 മൈൽ അകലെയാണ്. ചുഴലിക്കാറ്റിനെ അതിജീവിച്ച ഒരു ക്ഷേത്രം ഇവിടുണ്ട്, കോദണ്ഡരാമസ്വാമി ക്ഷേത്രം. ഭഗവാൻ ശ്രീരാമൻ, സീതാദേവി, അനുജൻ ലക്ഷ്മണൻ, ഹനുമാൻ സ്വാമി, വിഭീഷണൻ എന്നിവരുടെ പ്രതിഷ്ഠകൾ ഈ ക്ഷേത്രത്തിലുണ്ട്.